വെൽക്കം ബാക്ക് ടു ദ അനദർ വീഡിയോ. മനുഷ്യൻ ദൈവമാകുന്ന ഒരു ലോകത്തേക്കാണ് ഇന്നത്തെ യാത്ര. കാസർഗോഡ് ജില്ലയിലെ പൂങ്ങോട് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥ തെയ്യക്കോലങ്ങളുടെ കാഴ്ചകൾ കാണാൻ വന്നതാണ് ഞാൻ. ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങളിൽ നിന്ന് മറ്റെന്തോ ഒരു പ്രത്യേകത ഇവിടുത്തെ തെയ്യക്കോലങ്ങൾക്കുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ പതി. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ ഇരിക്കുന്നവരാണ് ഇവരെല്ലാം. മാവിലയ മലവേട്ടുവ സമുദായക്കാരാണ് തെയ്യക്കാലങ്ങളിൽ തെയ്യങ്ങൾ ഇവിടെ കെട്ടിയാടാറുള്ളത്. തെയ്യക്കാലങ്ങളിൽ ഇതുപോലെയുള്ള പതികളിലാണ് ഇവിടുത്തെ തെയ്യങ്ങൾ ഉറഞ്ഞു തുള്ളാറുള്ളത്. കുരുത്തോലയും വാഴപ്പിണ്ടിയും ഒക്കെ വെച്ച് തെയ്യങ്ങളുടെ ഒരുക്കങ്ങൾ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. നമ്മൾ കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. തുടങ്ങൽ എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര്. തെയ്യം ആരംഭം കുറിക്കുന്ന ചടങ്ങ്. തെയ്യക്കലാകാരന്മാർക്ക് തെയ്യം കെട്ടാനുള്ള അനുമതി ആ പതിയുടെ പൂജാരി കൊടുക്കുന്ന ചടങ്ങ്. അങ്ങനെ ആദ്യത്തെ തെയ്യക്കോലം വന്നെത്തി. അണിയറയിലേക്ക് ആദ്യം വരുന്ന തെയ്യമാണ് ഇത്. അണുങ്ങ് എന്നാണ് ഈ തെയ്യത്തിൻ്റെ പേര്. മരിച്ചുപോയ പൂർവികരായിട്ടാണ് ഈ തെയ്യത്തെ സൂചിപ്പിക്കുന്നത്. എല്ലായിടത്തും ഇല്ലെങ്കിൽ പോലും ഭൂരിഭാഗം പതികളിലും ഈ തെയ്യം ആടാറുണ്ട്. മരിച്ചുപോയവരെ കെട്ടി പതിക്കുള്ളിലേക്കാക്കുന്ന ചടങ്ങ് ഈ തെയ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. ഉറഞ്ഞാടിയ തെയ്യം അവിടെയുള്ള ജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന ചടങ്ങാണ് ഇനി. വെറുതെ അനുഗ്രഹം കൊടുക്കൽ മാത്രമല്ല, അവരെ ആരാധിക്കുന്ന ആ പൂർവികരോട് സംസാരിക്കാനും പറ്റും. അവരെന്താണ് സംസാരിക്കുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാകില്ല. കാരണം ഇത് തുളു ഭാഷയാണ്. മലയാളവും തുളുവും കൂടി മിക്സ് ചെയ്തൊരു ഭാഷ. ഇതിന് എഴുത്തുലിപിയില്ല. ഇത് കാണുന്ന പുറമേ നിന്നുള്ള അതിഥികൾക്ക് ഇതെന്താണ് സംസാരിക്കുന്നതെന്ന് ഒരിക്കലും മനസ്സിലാകില്ല. അതുകൊണ്ട് തന്നെ അവരുടെ വിഷമവും സന്തോഷവും എല്ലാം പുറത്തു നിന്നുള്ളവർക്ക് അറിയാൻ സാധിക്കില്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരോടും പരിചയപ്പെട്ടപ്പോൾ അവരെല്ലാം എന്നോട് സംസാരിച്ചത് മലയാളത്തിൽ തന്നെയാണ്. എന്നാൽ തെയ്യക്കോലങ്ങളോട് ഇവർ സംസാരിക്കുന്നത് ഇവരുടെ തുളു ഭാഷയാണ്. കാരണം ഇവരതിനെ അത്രയ്ക്ക് പ്രൈവറ്റാക്കി വെക്കുന്നു എന്നാണ് സത്യം. അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്ത ശേഷം അണങ്ങ് എന്ന് പറയുന്ന തെയ്യക്കോലം യാത്ര പറഞ്ഞു. ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് അടുത്ത തെയ്യത്തെ കാണാനാണ്. കുലത്തിൻ്റെ വീരനായ വീരൻ തെയ്യം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന പടത്തലവനായ ആ വീരൻ തെയ്യം വന്നെത്തി. ഈ തെയ്യക്കോലത്തിന് വീരഭദ്രൻ എന്നും മറ്റൊരു പേരുണ്ട്. ഈ തെയ്യക്കോലം എന്തോ സംസാരിച്ച് നടക്കുന്ന പോലെ നമുക്ക് തോന്നും. നടന്നുകൊണ്ട് തോറ്റം പറയുന്ന തെയ്യക്കോലമാണ് വീരൻ തെയ്യം. ഇതിനെ നടവ് എന്നും പറയുന്നു. ഈ വീരൻ തെയ്യത്തിന് പിന്നിൽ ഒരു കഥ കൂടിയുണ്ട്. പയ്യാവൂർ എന്നൊരു സ്ഥലത്ത് ഇരുൾ എന്നൊരു മരമുണ്ട്. ഈ മരത്തിൽ ഒരു കായുണ്ട്. ആ കായുടെ തോടിന് ഭയങ്കര കട്ടിയാണ്. ഈ തെയ്യത്തിൻ്റെ കാലിൽ ഒരു ദിവസം ഈ കായുടെ തോട് തറച്ചു കയറി. അങ്ങനെ ആ മരത്തെ ഈ തെയ്യം ശപിക്കുകയും പിന്നീട് പയ്യാവൂർ എന്ന സ്ഥലത്ത് ഈ മരം മുളയ്ക്കുകയും ചെയ്തിട്ടില്ല. ഇങ്ങനൊരു കഥ കൂടി ഈ വീരൻ തെയ്യത്തിൻ്റെ പിന്നിലുണ്ട്. പയറ്റുകൾ പഠിക്കുവാൻ ഗുരുവിൻ്റെ അടുത്ത് പോയി. ഒടുവിൽ ഗുരുവിനേക്കാൾ കൂടുതൽ അടവുകൾ പഠിച്ചവനായി വീരൻ തെയ്യം. ഒടുവിൽ അതേ ഗുരുക്കളെ തന്നെ വധിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് ഞങ്ങൾ കണ്ടത് മന്ത്രമൂർത്തി എന്ന് പറഞ്ഞ തെയ്യത്തെയാണ്. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന മന്ത്രശക്തിയുള്ള ആ തെയ്യം.
മന്ത്രമൂർത്തി തെയ്യത്തിൻ്റെ കയ്യിൽ നിന്നും ഒരു ചരട് ജപിച്ച് കെട്ടിയാൽ അതിൻ്റെ ഫലം കാണുമെന്നാണ് പറയപ്പെടുന്നത്. ഈ തെയ്യങ്ങളുടെ കഥകളും മണ്ണിൻ്റെ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.